ഹെലികോപ്റ്റർ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഹെലികോപ്റ്റേഴ്സ് എല്ലാം ഹെലികോപ്റ്റർ ഉണ്ടാക്കിയതാണ്. ലാൽ സാറിന്റെ ഇൻട്രോ കാണിക്കുന്ന ഹെലികോപ്റ്റർ അതൊരു ചലഞ്ചായിരുന്നു. ആ സമയത്ത് കുറച്ച് ടെൻഷൻ കയറി കയ്യിന്ന് പോയിട്ട് ഹോസ്പിറ്റലായി. രാജേട്ടൻ പറഞ്ഞ ഡയലോഗ് ഉണ്ടെന്ന് അറിയോ, സിനിമ ഷൂട്ടിംഗ് നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇറാഖ് ഗോസ്റ്റ് ടൗൺ ഖർഗോഷ് എന്നാണൊക്കെ പറയുന്നത്. ആസ് എ പ്രൊഡ്യൂസർ ആൻഡി ചേട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പുള്ളി എന്നെ കെട്ടിപ്പിടിച്ചിട്ട് വിടാം, നമ്മൾ എത്ര പൈസ മുടക്കിയത്. എനിക്ക് തോന്നുന്നു ആ സെറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരു 400-ലധികം ആളുകൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ചർച്ചിന്റെ ഇന്റീരിയർ മൊത്തം നമ്മൾ ഫ്ലെക്സിലാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ ഫ്ലെക്സ് ആണ്. ഫ്ലെക്സിന് കാറ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കവറിംഗ് കൊടുത്തിട്ടുണ്ട്. ലക്ഷം കോടി. ഗുജറാത്തിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സ്പേസ് നമ്മൾ സ്കെച്ച് ചെയ്തായിരുന്നു. സ്ഥലം കണ്ടെത്തിയപ്പോൾ അതിന്റെ ഫ്രണ്ടിൽ ഫുൾ ഗാർഡൻ ആയിരുന്നു. 10-30ഓളം മരങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയുള്ള മരങ്ങളെല്ലാം നമ്മൾ പിഴുത് വേറെ സ്ഥലത്ത് കൊണ്ട് പ്ലാന്റ് ചെയ്തിട്ട് തിരിച്ചു വെച്ചു കൊടുത്തു. ഇത് പൊട്ടിച്ചു കളയുമ്പോൾ ഭയങ്കര വിഷമം വരത്തില്ല ചേട്ടാ? എല്ലാവരും പൊട്ടിച്ചു കളയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഒരു ഓഫീസർ തെറിച്ച് ബ്ലാസ്റ്റ് ചെയ്ത് ബാക്കിലേക്ക് പോയി ആ കാറ് തകർക്കുന്നു. അതല്ല ഒറിജിനൽ കാർ. ഒറിജിനൽ കാർ നമ്മൾ ഹയർ ചെയ്തിരിക്കുകയാണ്. നമ്മൾ അവരുടെ ഒറിജിനൽ ബെൻസിന്റെ അത് അഴിച്ചു വെച്ചിട്ട് നമ്മൾ കോപ്പി വെച്ചിട്ട് പൊട്ടിച്ചതിന് ശേഷം പിന്നെ റീവെച്ച് കൊടുക്കുക. വാർ റൂം യൂസ് ചെയ്തിട്ടുണ്ട്. MI6 വാർ റൂം. അത് സെറ്റ് ആണ്. ഇവര് പാസ് ചെയ്ത് വരുന്ന ടണൽ ഏരിയ ഉണ്ട്. അത് ഒറിജിനലാണ് സ്പേസ്. ആ ടണൽ ഏരിയയുടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഫ്ലോറിലേക്കാണ് വരുന്നത്. ആ ഫ്ലോറിനകത്താണ് നമ്മൾ സെറ്റ് ഇട്ടിരിക്കുന്നത്. മൊത്തം അവിടുത്തെ സായിപ്പ് മരം വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്തത്. എൽ ഷേപ്പിൽ ഒരു മരം കത്തുന്ന സാധനം. ഒറിജിനൽ ഫോറസ്റ്റിനകത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു മരം ഉണ്ടാക്കി അതിനകത്ത് ലീഫും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത്. യൂസ് ചെയ്തിട്ടില്ല. ഇല്ല, എന്റെ ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഏറ്റവും കൂടുതൽ ചലഞ്ച് ആയിട്ടുള്ള ഒരു മൂവി എന്ന് പറഞ്ഞിട്ട് 2018 ശരിക്കും കുറച്ച് ടെക്നിക്കലി ചലഞ്ച് ആയിരുന്നു. അവിടെ 2 പ്രാവശ്യം വെള്ളത്തിൽ നിന്ന് ഷോക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹലോ, നമസ്കാരം. ലൈഫ് നെറ്റ് ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു എബ്രഹാം. നമ്മുടെ കൂടെയുള്ള ആള്, ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് വളരെ സ്പെഷ്യൽ ആയിട്ടൊരാളാണ്. ഇപ്പോൾ തിയേറ്ററിൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന എമ്പുരാൻ മൂവിയുടെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ടുള്ള നമ്മുടെ സ്വന്തം മോഹൻദാസ് ചേട്ടൻ അഥവാ മണിച്ചേട്ടനാണ്. മണിച്ചേട്ടാ, സ്വാഗതം. സ്വാഗതം, നമസ്കാരം. അപ്പോൾ എമ്പുരാൻ ഇങ്ങനെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണോ? അതെ, വളരെ സന്തോഷത്തിലാണ്. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഉള്ളൊരു മൂവിയാണ് എമ്പുരാൻ ഒരുക്കിയിരിക്കുന്ന. ആ ഒരു രീതിയിലാണ്. അപ്പം അതിൻ്റെ ഒരു ആർട്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? അതൊരു വലിയ യാത്ര തന്നെ ആയിരുന്നു. അതിനാൽ നമ്മളിപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം ഒരുപാട് ലൊക്കേഷനുകളുണ്ട്. അപ്പോൾ അത് എവിടെ ചിലപ്പം ഇന്ത്യയിലായിട്ടും അല്ലെങ്കിൽ കേരളത്തിനകത്തും ഇന്ത്യക്ക് പുറത്തായിട്ടും ഒരുപാട് ലൊക്കേഷനുകളുണ്ട്. അപ്പോൾ അത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതിനെ കുറിച്ച് ഭയങ്കര പ്ലാനും ചർച്ചകളും ഒടുവിൽ നമുക്ക് പല സാധനങ്ങളും നമുക്ക് ചില ഒരുപാട് ക്രൂ മെമ്പേഴ്സ് പോയി വർക്ക് ചെയ്യേണ്ട പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്കത് ഔട്ട് ഓഫ് ഇന്ത്യ ഷൂട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ചിലപ്പം അതിനകത്ത് ഇപ്പം ഇറാഖ് അല്ലെങ്കിൽ പാകിസ്ഥാൻ, ലിയോൺ ബോർഡർ, പിന്നെ സെനഗൽ, ഫ്രാൻസ്, അങ്ങനെ ഡെസേർട്ട് ഏരിയകൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ പറയുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇപ്പം എല്ലാം നമുക്ക് പുറത്തു പോയി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് പല ബ്ലാസ്റ്റ് നടക്കുന്നുണ്ട്. പിന്നെ ഹെലികോപ്റ്റർ വെച്ച് അതിൻ്റെ ലാലേട്ടൻ്റെ ഇൻട്രോ എടുക്കുന്ന, അപ്പോൾ അത് ഇത്രയും സാധനങ്ങളൊക്കെ നമ്മൾ അപ്പം ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെ ഒരു എനിക്ക് തോന്നുന്ന ഒരു 7-8 മാസത്തെ ജേണി ആയിരുന്നു. ഒരു യാത്ര തന്നെ ആയിരുന്നു. ഇത് ഒറിജിനലി ഈ സ്ഥലങ്ങളിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്? അല്ല, നമ്മൾ ഇപ്പം സെനഗൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ലാൽ സാറിൻ്റെ ഇൻട്രോ കാണിക്കുന്നത്. ലാലിൻ്റെ ഇൻട്രോ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ലഡാക്കിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വെച്ചാൽ നമുക്ക് ഉടനെ അത്രയും ആ ഹെലികോപ്റ്റർ നമ്മൾ ഉണ്ടാക്കിയതാണ്. ആ ഹെലികോപ്റ്റർ നമുക്ക് അങ്ങനെ ഒരു ഒറിജിനലായിട്ടൊരു ഹെലികോപ്റ്റർ കിട്ടില്ല. ഹെലികോപ്റ്റേഴ്സ് എല്ലാം ഹെലികോപ്റ്റർ ഉണ്ടാക്കിയതാണ്. അത് ബോയിങ് അപ്പാച്ചെ 64 എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ പെടുന്നൊരു ഹെലികോപ്റ്ററാണ്. അങ്ങനെ തന്നെ നമ്മൾ 2 ഹെലികോപ്റ്റർ ഉണ്ടാക്കി. അതിനകത്ത് ഒരെണ്ണം നമ്മൾ ഒരു വൈഡ് വരുമ്പോൾ നമ്മൾ ഒരെണ്ണം ഗ്രാഫിക്സിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ അതിനകത്ത് ഗ്രാഫിക്സും വളരെ കുറവാണ്. അതിൽ ഗ്രാഫിക്സ് ഉണ്ട്. ഹെലികോപ്റ്റർ ഫ്ലൈ ചെയ്ത് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ പ്രൊപ്പല്ലറും ഇതെല്ലാം നമ്മൾ ഗ്രാഫിക്സാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പ്രൊപ്പല്ലറെല്ലാം അത് ഒറിജിനലായിട്ടാണ് കറങ്ങുകയൊക്കെ ചെയ്യുന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും നമുക്ക് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു സാധനം മേക്ക് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ പെരുമ്പാവൂർ അനുജന്റെ ഗോഡൗണിലാണ് ആ സാധനം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി ഹെലികോപ്റ്റേഴ്സ് എല്ലാം നമ്മൾ കീപ്പ് ചെയ്തിരിക്കുകയാണോ? ഹെലികോപ്റ്റർ അനുജന്റെ ഗോഡൗണിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഈ സ്ഥലങ്ങൾ, ഇപ്പൊ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സാധനം കാണിക്കുമ്പോൾ അതിന്റെ ഒരു ടെറൈൻ ഉണ്ട്, അല്ലെങ്കിൽ ഇറാഖ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ടെറൈൻ ഉണ്ട്. അത് നമുക്ക് കൂടുതൽ ഫീസിബിൾ ആയിട്ടുള്ള ഗൂഗിളിൽ നോക്കിയിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ അവൈലബിൾ ആണല്ലോ. അപ്പോൾ അതും ചെയ്യുന്ന സ്ഥലങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ചെയ്തത്. പിന്നെ നമ്മൾ കുറച്ച് സിനിമാറ്റിക് ആയിട്ട് നമ്മൾ കുറച്ച് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളും കൂടി നോക്കാൻ നമുക്ക് ചില മിസ്റ്ററി തോന്നുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഒരു നമുക്കൊരു ആ സിനിമയായിട്ട് കണക്ട് ചെയ്യുന്ന, ആ സ്ക്രിപ്റ്റായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്ഥലങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓരോ സ്ഥലങ്ങളുടെ പേര് കാണിക്കുമ്പോൾ നമുക്ക് ഒറിജിനലി അത് സ്ഥലത്തിന്റെ പേരുകൾ ശരിക്കും സ്ക്രിപ്റ്റിലുള്ള പേരുകളാണ്. അപ്പോൾ അത് നമ്മൾ അതിലേക്ക് എന്താ പറയാ
അഡാപ്റ്റ് ചെയ്യുന്നു അതിനാണ്. അല്ല ഇപ്പം പാകിസ്ഥാൻ എന്ന് പറയുമ്പം പാകിസ്ഥാൻ ആണെന്ന് തോന്നിപ്പിക്കാൻ കംപ്ലീറ്റ്ലി ആർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു. അപ്പം അതിനകത്ത് സെയ്ദ് മസൂദിന്റെ ചെറുപ്പം കാണിക്കുന്നത് നമ്മൾ പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ലക്ഷദ്വീപ് തൊയ്ബ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഷിംലയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ അവിടെ പിന്നെ ഒരു ചെറിയ സെറ്റൊക്കെ ഇട്ടിട്ട് പിന്നെ സ്നോ ഒക്കെ നമ്മൾ ആ സമയത്ത് സ്നോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയ ഫുള്ള് നമ്മളതാണ് സ്നോ ചെയ്തിട്ടുള്ളത്. അത് പിന്നെ അതിന് ശേഷം ബാക്കി വൈഡ് വരുമ്പോൾ ഗ്രാഫിക്കലി ചെയ്തിട്ടുള്ളതാണ്. ചേട്ടാ എപ്പോഴേലും ഒരു ആർട്ട് ഡയറക്ടറിനെ നേരിട്ട് കാണുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്ന കാര്യം, അതായത് ഇപ്പം നമുക്ക് ഇവിടുന്ന് മഞ്ഞൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ മണാലിയൊക്കെ പോകണം. ശരിക്കും ഈ മഞ്ഞായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്താണ്? അത് സോഡിയം സിലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയൽ ഉണ്ട്. അതിനകത്ത് അത് നമ്മൾ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അത് മഞ്ഞിൻ്റെ രൂപത്തിലാവും. അത് പക്ഷെ അത് നമ്മൾ ഇപ്പം വെയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പയ്യെ അതിൻ്റെ കളർ മാറിക്കൊണ്ടിരിക്കും. ചെറിയൊരു എന്താ പറയുക, ലൈക്ക് പിങ്ക് അല്ല റെഡിഷ് പിങ്ക് അതുമാതിരി ഒരു ചെറിയൊരു കളർ വേരിയേഷൻ വന്നു തുടങ്ങും. പക്ഷെ അത് നമ്മൾ ഒരു തണലത്താണ് ഇരിക്കുന്നതെങ്കിൽ അത് ഒരു 5-6 അവർ അങ്ങനെ നിന്നോളും. പിന്നെ അത് കഴിഞ്ഞ് പയ്യെ ഇങ്ങനെ മെൽട്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റിൽ ഒരു സാധനം എഴുതിയിരിക്കുന്നു, ആ ഒരു സാധനം ഇപ്പം മുരളിഗോപിചേട്ടൻ അത് എഴുതുന്നു, രാജുവേട്ടൻ അത് മനസ്സിൽ ഇമാജിൻ ചെയ്യുന്നു. പക്ഷെ അത്രയും തന്നെ ഇമാജിനേഷൻ വേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ഇവരൊരു സാധനം സ്ക്രിപ്റ്റ് നമുക്ക് വായിക്കാൻ തരുന്നു, ആ ഒരു ഇമാജിനേഷൻ ഇപ്പം മുരളിച്ചേട്ടൻ എന്ത് എഴുതിയാലും നിങ്ങളും കൂടെ അത് ഇമാജിൻ ചെയ്ത് ആ ഒരു റീച്ചിൽ എത്തണമല്ലോ. ആ ഒരു ഡിസ്കഷൻസിൽ ആരൊക്കെയാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക? മുരളിച്ചേട്ടനും രാജുചേട്ടനും കൂടി സ്ക്രിപ്റ്റ് ഡിസ്കഷൻ കഴിഞ്ഞ് സ്ക്രിപ്റ്റ് ഫൈനൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുരളിച്ചേട്ടൻ അങ്ങനെ ഇൻവോൾവ് ആവില്ല. പുള്ളി മൊത്തത്തിൽ എല്ലാം കാണുന്നു മാത്രമേ. കാണുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പുള്ളി അത് അഭിപ്രായങ്ങൾ പറയും, അതങ്ങനെയല്ല എങ്ങനെയാണ് വേണ്ടതെന്ന് പറയും. അല്ലാതെ പുള്ളി ആവശ്യമില്ലാതെ ഒരു എന്തെങ്കിലും എല്ലാവരുടെ യാത്രയും കറക്റ്റ് ആയിരിക്കും. ഇപ്പം സ്ക്രിപ്റ്റ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലൊക്കേഷൻ നോക്കുക എന്ന് പറയുന്നത്, ഇപ്പം ആർട്ട് ഡയറക്ടർ ഞാനിപ്പം മിക്ക സിനിമകളിലും ഡയറക്ടറും DOP ഒക്കെ കൂടുതലുണ്ടായിരിക്കും. പക്ഷെ നമുക്കിപ്പം നമ്മുടെ ഡയറക്ടർ അറിയാലോ, ഇച്ചിരി തിരക്കുള്ള ആളാണ് പുള്ളി. അപ്പം അതുകൊണ്ട് ഞാനും അസോസിയേറ്റ് ഡയറക്ടറാണ് ഉണ്ടാവാറ്. ബാവ എന്ന് പറഞ്ഞിട്ട് പുള്ളിയാണ് ഞാനും കൂടിയാണ് ലൊക്കേഷനുകളെല്ലാം നോക്കിയിട്ടുള്ളത്. പിന്നെ ഔട്ട് ഓഫ് ഇന്ത്യ ലൊക്കേഷനുകളെല്ലാം നോക്കിയിട്ടുള്ളത് മറ്റേ നിർമ്മൽ എന്ന് പറയുന്നത് അമേരിക്കയിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയത് നിർമ്മലാണ് നോക്കിയിരിക്കുന്നത്. പുള്ളി ഇതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറാണ്. പിന്നെ UK-യിലുള്ള ലൊക്കേഷൻ നോക്കിയത് പൃഥ്വിരാജനാണ് നോക്കിയത്. രാജൻ പുള്ളി അവിടെ ഒരു ഹിന്ദി സിനിമയുടെ ഷൂട്ടായിട്ട് പുള്ളി UK-യിൽ ഉണ്ടായതുകൊണ്ട് പുള്ളി തന്നെയാണ് ലൊക്കേഷൻ നോക്കിയിരുന്നത്. അതിനുശേഷം ഞങ്ങളും കൂടി പോയി കണ്ടിട്ട് ഓക്കെ അടിച്ചു, അങ്ങനെ ഫൈനൽ ചെയ്തു. ചേട്ടാ അതുപോലെ തന്നെ ഇപ്പം ഇതിനകത്തൊരു വാർ റൂം യൂസ് ചെയ്തിട്ടുണ്ട്, അതായത് ചീഫ് ഒക്കെ ഇരുന്നിട്ട് ഇങ്ങനെ അവരുടെ ഓപ്പറേഷൻസ് ഒക്കെ വാച്ച് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. MI6 വാർ റൂം. അത് സെറ്റാണോ? അതെങ്ങനെയാണ്? അത് നമ്മൾ UK-യിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഇവർ പാസ് ചെയ്ത് വരുന്ന ടണൽ ഏരിയ ഉണ്ട്, അത് ഒറിജിനലാണ് സ്പേസ്. ആ ടണൽ ഏരിയയുടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഫ്ലോറിലേക്കാണ് വരുന്നത്. ആ ഫ്ലോറിനകത്താണ് നമ്മൾ സെറ്റ് ഇട്ടിരിക്കുന്നത്. അത് UK-യിൽ നമ്മൾ സെറ്റ് ഇടുന്ന സമയത്ത് ഇവിടുന്ന് ആളുകളെ കൊണ്ടുപോയിട്ട് നമുക്ക് സെറ്റ് വർക്ക് ചെയ്യാൻ എന്നുള്ളൊരു പ്ലാനൊക്കെ ആയിരുന്നു ആദ്യത്തെ പ്ലാന്. പിന്നെ അവർക്ക് വിസ കിട്ടിയില്ല. നമ്മൾ കൂടുതലാകെ 2 പേർക്ക് വിസ കിട്ടിയുള്ളൂ. ബാക്കിയുള്ള അപ്പം മൊത്തം അവിടുത്തെ സായിപ്പ്മാരെ വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ഐഡിയ ഇതാണെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. നമ്മളിത് കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് സ്കെച്ച് ഉണ്ട് നമ്മുടെ അടുത്ത്. വെച്ചാൽ നമ്മളിത് നേരത്തെ തന്നെ ലൊക്കേഷൻ കണ്ടിട്ട് നമ്മൾ ആ സ്ഥലത്തേക്ക് വേണ്ടി സ്കെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ആ സ്കെച്ച് അവർക്ക് കാണിക്കാൻ തന്നെ അവർക്ക് പെട്ടെന്ന് ഈസി. അപ്പോൾ നമ്മൾ ആർട്ടിന് ഇപ്പം ഒരു സിനിമയിലാണെങ്കിൽ നമ്മളൊരു സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ സ്റ്റോറി ബോർഡ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ആർട്ടിനൊരു ആർട്ട് സ്കെച്ച് ഉണ്ടോ? അതായത് നമ്മളിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചിലപ്പോൾ റെഫറൻസ് ആയിട്ട് ചില ഡയറക്ടേഴ്സ് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മളിപ്പം അതിനകത്ത് വലിയ സെറ്റുകളൊക്കെ നമ്മളൊന്ന് സ്കെച്ച് ചെയ്തായിരുന്നു സ്ഥലം കാണുന്നതിന് മുമ്പ്. അപ്പം നമ്മൾ ആ ഒരു കൈൻഡ് ഓഫ് സ്ഥലം തന്നെയാണോ വേണ്ടത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ആ കരഗോഷ് സ്ട്രീറ്റ് നമ്മൾ സ്കെച്ച് ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ ഒരു ഗുജറാത്തിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സ്പേസ് നമ്മൾ സ്കെച്ച് ചെയ്തായിരുന്നു. പുള്ളിയൊക്കെ ഫോക്കസ് ചെയ്യുമ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് സാധനങ്ങൾ തന്നെ വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അത് കാരണം നമുക്ക് അതെന്ന് വെച്ചാൽ ലൊക്കേഷൻ നോക്കുമ്പോൾ പുള്ളി ഉദ്ദേശിക്കുന്ന ഒരു സ്പേസ്, ഗുജറാത്തിലാണ് നമ്മൾ ആ ഹവേലി ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ആ ഹവേലിയുടെ അതുപോലെ നമ്മൾ എത്രത്തോളം അവൈലബിൾ ആവുന്നുള്ളത് വെച്ചാൽ ആ ഒരു ഹവേലി അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഒരു ഇപ്പോൾ ഡയറക്ടറുടെ ഒരു സ്പേസ് എന്ന് പറയുന്ന ഒരു 4-5 ഏക്കർ സ്ഥലം ഫ്രണ്ടിൽ കിട്ടണം. അതിൻ്റെ ഒരു സൈഡിൽ ഈ ബേൺ ചെയ്യുന്ന ഒരു ഗ്രാനറി എന്നാണ് നമ്മുടെ സിനിമയിൽ പറയുന്നത്. ആ ഗ്രാനറിക്കുള്ള സ്പേസ് വേണം. ആ ഗ്രാനറിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു മാഷ് ലാൻഡ് വേണം. ആ മാഷ് ലാൻഡിൽ ആണ് സെയ്ദ് മസൂദിൻ്റെ ചെറുപ്പത്തിൽ ആ കൊച്ച് അനിയൻ മരിച്ചു എന്ന് കാണുന്നതും പുള്ളിയുടെ ഇമോഷനൊക്കെ കാണിക്കുന്നത് അതിനകത്താണ്. അതെ അതെ അതെ. ആ ഒരു നമ്മുടെ വില്ലനെ തീർക്കുന്നത് അതിനകത്തിട്ടാണ് തീർക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലം നമുക്ക് ഇപ്പം ഒരു പാലസ്, ഒരു ഹവേലി, ആ ഹവേലിയുടെ ഫ്രണ്ടിൽ ഒരു 4-5 ഏക്കർ സ്ഥലം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അവിടെ ഒരു ഗേറ്റ് വേണം. ആ ഗേറ്റ് ഇടിച്ച് പൊളിച്ച് വണ്ടികൾ അകത്തോട്ട് കയറണം. ആ ഗേറ്റിൻ്റെ പുറകിൽ വീണ്ടും ഒരു 2-3 ഏക്കർ സ്ഥലം വേണം വണ്ടികളെല്ലാം നിർത്താൻ വേണ്ടിയിട്ട്. അപ്പം അത്രയും ഒരു സ്പേസ് നമുക്ക് കിട്ടുമെന്ന്
ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. ചിലപ്പം ഒരു പോയിന്റിൽ നമ്മൾ ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് ആന്റണി ചേട്ടനും രാജുവൊക്കെ പറഞ്ഞു ഇനി ലൊക്കേഷൻ നോക്കിയിട്ട് കാര്യമില്ല, നമുക്കത് നമുക്ക് സെറ്റ് ചെയ്യാം, നമുക്ക് എവിടെയെങ്കിലും നല്ലൊരു സ്പേസ് എടുത്തിട്ട്. പക്ഷെ അങ്ങനെ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ തന്നെ മിനിമം ഒരു എനിക്ക് തോന്നുന്നു ഒരു 10 ഏക്കറിൽ സ്ഥലം വേണ്ടി വരും. എന്നാലേ അത് ഉണ്ടെങ്കിലാണല്ലോ അത് പ്ലെയിൻ ലാൻഡ് കിട്ടണം നമുക്ക്. അപ്പോൾ അത് നമ്മുടെ എന്തായാലും കേരളത്തിൽ അങ്ങനെ ലാൻഡ് നമുക്ക് അവൈലബിൾ അല്ല. ബിൽഡിങ്സ് പിന്നെ നമുക്ക് മാനേജ് ചെയ്യാം, ഗ്രാഫിക്സ് ആയിട്ട് എറേസ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമുക്ക്. പക്ഷെ എന്നാലും അങ്ങനെ ഒരു ലെവൽ ലാൻഡ് കേരളത്തിൽ വളരെ കുറവല്ലേ. അതുകൊണ്ട് പിന്നെ മാത്രമല്ല കേരളത്തിൽ ഇപ്പം അങ്ങനെ ഒരു പ്ലെയിൻ ലാൻഡ് ഒന്നല്ലെങ്കിൽ കൃഷിയോ അല്ലാന്നുണ്ടെങ്കിൽ ബിൽഡിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാംസ് ഉണ്ടാവില്ല അതിനകത്ത്. അപ്പം അങ്ങനെ അത് നോർത്ത് ഇന്ത്യയിലാണ് നടക്കുന്നത്. അപ്പം നമ്മളത് നോർത്ത് ഇന്ത്യനെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു ഗുജറാത്തിൽ നിന്ന് 2-3 പ്രാവശ്യം ഞാൻ വാവയും കൂടി പോയിട്ടുണ്ട്. പിന്നെ രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, മധ്യപ്രദേശ്, അങ്ങനെ ഒരുപാട് മഹാരാഷ്ട്ര, അങ്ങനെ ഒരുപാട് സ്റ്റേറ്റിലൂടെ പോയതിന് ശേഷമാണ് പിന്നെയും ഗൂഗിൾ ചെയ്ത് നോക്കും, പാലസുകൾ നോക്കും, അങ്ങനെ പിന്നെ ഇത് ഷൂട്ടിന് കിട്ടുമോ എന്നറിയില്ല. പിന്നെ ഞങ്ങൾ ഈ സ്ഥലം കണ്ടെത്തിയപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഫുൾ ഗാർഡൻ ആയിരുന്നു. 10-30ഓളം മരങ്ങളുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഗ്രാൻഡ് ഫാദർ പണിതിട്ടുള്ള ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു അതിനകത്ത്, ഒരു കോൺക്രീറ്റിൽ ചെയ്തിട്ടുള്ള, അങ്ങനെ ഒരുപാട് പിന്നെ ഇതുണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ ഇങ്ങനെ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു നമുക്കത് ഇങ്ങനെ ഒരു അപ്പോൾ ഈ സ്കെച്ച് കാണിച്ചു കൊടുത്തു, ഇങ്ങനെയാണ് നമ്മുടെ ഒരു അത് വരുന്നത്, ഇതിനകത്ത് സെറ്റ് ഇടാൻ പോകുന്നതും അതിൻ്റെ ഒരു കവാടവും സാധനങ്ങളും ഇങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് സ്കെച്ച് ചെയ്ത് കാണിച്ചപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇത് എന്തായാലും പുറത്തെവിടെയും പെട്ടെന്ന് കിട്ടാൻ ഇവർക്ക് പോകുന്നില്ല. പുള്ളി അവന് ഒരു പേയ്മെൻ്റ് ഉണ്ട്, പക്ഷേ മറ്റെന്താ പറയുക ഗാർഡൻ റിമൂവ് ചെയ്യാൻ പുള്ളി സമ്മതിച്ചു. ഉള്ള മരങ്ങളെല്ലാം നമ്മൾ പിഴുത് വേറെ സ്ഥലത്ത് കൊണ്ട് പ്ലാന്റ് ചെയ്തിട്ട് കുറേ മരങ്ങൾ ഉണങ്ങിപ്പോയി, കുറേ മരങ്ങൾ അങ്ങനെ തന്നെ ശരിയാവുകയും ചെയ്തു. എന്നിട്ട് തിരിച്ചു വെച്ച് കൊടുത്തു പുറത്ത്. പിന്നെ തിരിച്ചു വെച്ചപ്പം പിന്നെ അവർക്ക് കുറച്ചും കൂടി പൊസിഷൻ ചെയ്യേണ്ടി വന്നു. വെച്ചാൽ മറ്റേത് ഗ്രൗണ്ടിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്, സൈഡിലൂടെ മാറ്റി അവർക്ക് ഇപ്പോൾ കുറച്ചും കൂടി ഇവന്റ്സിനൊക്കെ പറ്റുന്ന ഒരു സ്പേസ് ആയി മാറി. ഇപ്പോൾ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി ആർട്ട് മാത്രം ചെയ്താൽ ആർട്ട് ചെയ്ത് കൊടുക്കണം അല്ലേ? ഓക്കെ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുവാണ്, ഇപ്പോൾ ഹവേലി ഹൗസ് തന്നെ നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ട് ആർട്ടൊക്കെ ചെയ്ത് ബിൽഡ് ചെയ്ത് ഉണ്ടാക്കുവാണ്, ഇത് പൊട്ടിച്ച് കളയുമ്പോൾ ഭയങ്കര വിഷമം വരത്തില്ല ചേട്ടാ? എല്ലാവരും പൊട്ടിച്ച് കളയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. സിനിമയ്ക്ക് വേണ്ടിയിട്ടത് സിനിമയിൽ അതും കൂടി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. എങ്ങനെ പൊട്ടിച്ച് കളയുമ്പോൾ സന്തോഷം വരുമോ? അപ്പോൾ അത് നമ്മുടെ അയ്യോ അത് പൊട്ടിക്കുന്നു എന്നുള്ളത് പൊട്ടിച്ച് കാണുമ്പോഴാണ് കൂടുതൽ സന്തോഷം. നമ്മളത് അപ്പോൾ കൂടുതൽ ആളുകൾക്ക് മനസ്സിലാവും അതെന്തായാലും ക്രിയേറ്റ് ചെയ്താണ്, ഒറിജിനൽ എന്തായാലും പൊട്ടിക്കില്ലല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ സന്തോഷം. എത്ര കാശ് പൊട്ടിണ്ടാവും ഏകദേശം ഇതൊക്കെ ബിൽഡ് ചെയ്തുണ്ടാക്കാൻ? കുറച്ച് കാശ് പൊട്ടിയിട്ടുണ്ട് ആണല്ലേ? ഖർഗോഷിലേക്ക് വരുമ്പോഴത്തേനും കബൂഗ ഖുറേഷി എബ്രഹാം മീറ്റിംഗ് ഒക്കെ നടക്കുന്ന ആ ഒരു ചർച്ച്. അതെ, നമ്മൾ ഇറാഖ് ഗോസ്റ്റ് ടൗൺ ഖർഗോഷ് എന്നാണ് പറയുന്നത് സിനിമയിൽ. നമ്മളത് ഈ പറഞ്ഞ പോലെ ഇന്ത്യക്ക് പുറത്ത് ചെയ്യാം. ഇപ്പം ഇറാഖ് എന്ന് പറയുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ കുറച്ച് ഡെസേർട്ട് ആയിരിക്കും എന്നുള്ളൊരു ഫീലും, അല്ലെങ്കിൽ ഒരു സാൻഡിൻ്റെ ഒക്കെ ഒരു ഫീല്, ഡ്രൈ അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂഡ് നമുക്ക് കിട്ടാൻ വേണ്ടി ഇപ്പോൾ എന്തായാലും ഇന്ത്യക്ക് പുറത്ത് തന്നെ ആയിരിക്കും അതിൻ്റെ സെറ്റ് എന്നുള്ളൊരു പ്ലാൻ ഡിസ്കഷൻ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ രാജേട്ടൻ പറഞ്ഞിരുന്നു നമുക്കത് പുറത്ത് ചെയ്യാം. അങ്ങനെ അബുദാബിയിലൊക്കെ നമ്മളങ്ങനെ ആലോചിച്ചിരുന്നത്. പിന്നീട് പക്ഷേ ഞാൻ അതിൻ്റെ പാരലായിട്ട് നമ്മൾ ഇതിനൊരു ലൊക്കേഷനും എന്തായാലും ഇന്ത്യയിൽ കണ്ടെത്താം. അതിൽ എത്രത്തോളം ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് എനിക്ക് തോന്നുന്നു ആ സെറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരു 400-ലധികം ആളുകൾ വർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത്, ഒരു 4 മാസത്തോളമായി. അപ്പോൾ ഈ ഇത്രയും ആളുകളെ നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് ഇപ്പം അതിൻ്റെ ഒരു വിസ പ്രോസസ്സ് അല്ലെന്നുണ്ടെങ്കിൽ അവർക്കിടെ ഫ്ലൈറ്റ് ടിക്കറ്റ് അത് മാത്രം തന്നെ എക്സ്ട്രാ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയും ഒരു അത് പിന്നെ നമ്മൾ ഇന്ത്യയെ പോലെ അല്ല, നമ്മൾ പുറത്ത് പോയി വർക്ക് ചെയ്യുമ്പോൾ സേഫ്റ്റി പ്രിക്കോഷൻസിൻ്റെ ഭാഗങ്ങൾ, ടൈം ലിമിറ്റ് അങ്ങനെയുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 6 മണിക്ക് അങ്ങ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ 6 o'clock വരെ, അല്ലെങ്കിൽ 9 o'clock വരെ, അല്ലെങ്കിൽ 12 o'clock, ചിലപ്പോൾ നേരം വിളിക്കുന്നവരെ 24 hours വർക്ക് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നമുക്ക്. ഓരോ സെറ്റ് തീരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഷൂട്ടിംഗ് ഡേയ്സ് അടുത്തു. അപ്പോൾ നമ്മൾ അത്രയും ആളുകളെ കൊണ്ടുപോയിട്ട് നമുക്കത് അതുകൊണ്ട് പാരലായിട്ട് നമ്മൾ ഇന്ത്യയിൽ തന്നെ ഒരു സ്ഥലം നോക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ നമ്മൾ വേറെ പല ലൊക്കേഷനുകളും നോക്കുന്ന സമയത്താണ് നമ്മൾ ചെന്നൈയിലെത്തിയിട്ട് നമ്മൾ അവിടുത്തെ സ്റ്റുഡിയോസിലും അവിടെ ഇട്ട സെറ്റുകൾ, പല സിനിമയ്ക്ക് വേണ്ടി ഇട്ട സെറ്റുകൾ എന്തെങ്കിലും കൺവെർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പരിപാടികളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ കറകോട് സ്ട്രീറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഒരു യാത്രയിൽ കുറച്ച് അബാൻഡായിട്ട് കുറച്ച് പില്ലേഴ്സൊക്കെ നിൽക്കുന്നൊരു സ്ഥലം കണ്ടത്. അവിടുത്തെ ലൊക്കേഷൻ മാനേജർ കാണിച്ചതാണ് അത് ചെന്നൈ. അപ്പോൾ ആ സ്ഥലത്ത് ഇപ്പം ഞങ്ങൾ അകത്തോട്ട് കയറിയിട്ട് നമ്മൾ ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചിറങ്ങിയിട്ട് ഞാൻ വെറുതെ ജസ്റ്റ് ബാക്കിലേക്ക് നോക്കിയപ്പോഴാണ് ഒരു സ്ട്രെച്ച് ഇങ്ങനെ ഫുള്ള് ലെങ്ത്തിൽ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ വണ്ടി നിർത്താൻ പറഞ്ഞു. വണ്ടി നിർത്തിയിട്ട് നിങ്ങൾ നേരെ പോയി നോക്കി അവിടെ നിന്ന് അപ്പം തന്നെ. അപ്പോൾ ഞാൻ അവിടെ നമുക്ക് കറകോട് സ്ട്രീറ്റിൽ നിന്ന് വർക്കാവും, ഇങ്ങനെ പരിപാടി ഇങ്ങനെ ചെയ്യാം, നമുക്ക് ഈ ബിൽഡിംഗ് എല്ലാം ഉപയോഗിക്കാൻ പറ്റും. ഇത്ര ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര രൂപ നമുക്ക് അതിനകത്ത് ലാഭമുണ്ട്, നമ്മളൊരു ഓപ്പൺ സ്പേസിൽ ചെയ്യുന്നതിനേക്കാൾ ഇത്ര രൂപ ലാഭമുണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്താ പറഞ്ഞാൽ രാജുവിനെ ഒരു വീഡിയോ കോൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ രാജുവിൻ്റെ വീഡിയോ കോൾ ചെയ്ത് പുള്ളിനെ കാണിച്ചു. പുള്ളി പറഞ്ഞാൽ മറ്റേ
മണിക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് അത് ആലോചിക്കാം പരിപാടി, അത് നോക്കാം, അതൊരു ഓപ്ഷൻ ആയിരിക്കട്ടെ. അങ്ങനെ ഈ ലൊക്കേഷനൊക്കെ നോക്കിയിട്ട് നമ്മൾ ലൊക്കേഷൻ ഇതങ്ങ് ഇത് എൻ്റെ മനസ്സിൽ ഇത് ഫിക്സ് ചെയ്തു. ഇത് ഫിക്സ് ചെയ്ത് ഇത് വെച്ചുകൊണ്ട് നമുക്കൊരു കാര്യം, ഞാൻ പറഞ്ഞ സ്കെച്ച് ഇത് വെച്ചിട്ടൊരു സ്കെച്ച് നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് സ്കെച്ച് ഉണ്ടാക്കിയ പുള്ളി പറഞ്ഞത് ഇത് തന്നെയാണ് പരിപാടി തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് റെഫറൻസ് ഒക്കെ പുള്ളിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ എൻ്റെ ഒരു അബാൻഡൻ്റെ സ്വഭാവം എങ്ങനെ ഉണ്ടായിരിക്കണം എന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇറാഖിലെ കറഗോഷ് എന്ന് പറയുന്നതിൻ്റെ ആ സ്ട്രീറ്റ് അബാൻഡഡ് ആയിട്ട് അബാൻഡഡ് അല്ല, ഒരു IS ഒന്നും തകർത്തിട്ടുള്ള ഒരു സ്ട്രീറ്റാണ്, ക്രിസ്ത്യാനിറ്റി ടൗൺഷിപ്പാണത്. ആ ടൗൺഷിപ്പിൻ്റെ യഥാർത്ഥ ഫോട്ടോസ് ഇന്ന് ഗൂഗിളിൽ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ പുള്ളിയുടെ അടുത്ത് സജഷൻ പറഞ്ഞു, നമുക്ക് അതിൻ്റെ ഒരു ഒറിജിനൽ പരിപാടി അല്ലാണ്ട് കുറച്ചും കൂടി ഒരു ഹിസ്റ്ററി വരുന്ന രീതിയിലുള്ള ഒരു സ്ട്രീറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നാവോ എന്താണ് അഭിപ്രായം. പുള്ളി പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തന്നെയാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ വേറൊരു രീതിയിലാണ് അതിനെ കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു 100 years അല്ലെങ്കിൽ ഒരു 200 years ഒരു ഹിസ്റ്ററിയിലൊരു ടൗൺഷിപ്പ് ആയിരിക്കാം, അങ്ങനത്തെ ഒരു പരിപാടി പിടിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്നുണ്ട് ഈ സ്ഥലം കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ അതിന് സ്കെച്ച് ഉണ്ടാക്കി പുള്ളി പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചു, അങ്ങനെ ഈ ആർട്ടിസ്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് വരാനുള്ള ലെങ്ത് എത്ര ഉണ്ടായിരിക്കും അങ്ങനെ കിട്ടുന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് പുള്ളിയുടെ ഒരു ഡിസ്കഷൻ കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു സാധനം വേണം. അപ്പോൾ നമ്മൾ ഒരു മിനിയേച്ചർ ഉണ്ടാക്കാം. നമുക്ക് ഒരു മിനിയേച്ചർ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു പ്ലാൻ കിട്ടും. എത്ര അതിന് മാത്രമല്ല എത്ര ബിൽഡിംഗ് ഉണ്ടായിരിക്കും, ആ ബിൽഡിങ്ങിൻ്റെ സ്വഭാവം, ആ ഒരു സ്ട്രീറ്റിൻ്റെ സ്വഭാവം, അതിൻ്റെ ഒരു കളർ എങ്ങനെയായിരിക്കണം, എന്തൊക്കെയായിരിക്കണം. അങ്ങനെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കിയിട്ട് നമ്മൾ പിന്നെ പുള്ളീനെ കാണിച്ചു. ഡയറക്ടറും പ്രൊഡ്യൂസറും നമ്മുടെ റൈറ്ററും നമ്മുടെ ഓൾ ക്രൂ, ക്യാമറമാൻ ഉൾപ്പെടെ എല്ലാവരും അത് കണ്ട് അവരും എല്ലാവർക്കും ഏകപക്ഷീയമായിട്ട് പറഞ്ഞു ഇത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ട്രീറ്റ്, ഇതാണ് നമുക്ക് വേണ്ടത്, ഇങ്ങനെ തന്നെയാണ് വേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ അതങ്ങനെ തന്നെ കൊണ്ടായിട്ട് നമ്മൾ ചെന്നൈയിൽ ചെയ്യായിരുന്നു. പക്ഷെ നമ്മൾ ഈ മിനിയേച്ചർ വെച്ചിട്ട് നമ്മൾ കുറേ ട്രാവൽ ചെയ്തു. അതുപോലെ നമ്മൾ അബുദാബിയിൽ അവിടുത്തെ ഫിലിം കമ്മീഷനിൽ കൊണ്ടുപോയിട്ട് അത് പ്രസൻറ്റ് ചെയ്തു അവർക്ക്, അവരുടെ സ്റ്റുഡിയോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. മിനിയേച്ചർ ഓഫ് ദിസ് ചർച്ച് ആണോ? ഓൾ സ്ട്രീറ്റ് ആൻഡ് ചർച്ചിൻ്റെ എക്സ്റ്റീരിയറും ഇന്റീരിയറും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 2 പാർട്ടാണ്. അത് ചർച്ച് സ്ട്രീറ്റും ചർച്ചിൻ്റെ എക്സ്റ്റീരിയറും ഒറ്റ സ്ഥലത്താണ്. ഇന്റീരിയർ എടുത്തിരിക്കുന്ന തൊട്ട് അപ്പുറത്ത് വേറൊരു സ്പേസിൽ കൊണ്ടുപോയിട്ട് ഇന്റീരിയർ എടുക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അകത്തോട്ട് കയറുന്നവരെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്താണ്. അതിനകത്ത് അതുപോലെ തന്നെ ഖുറേഷി എബ്രഹാം എക്സിറ്റ് ആയി പോകുന്ന ഒരു ടണൽ. അത് നമ്മൾ JCB കൊടുത്ത് കുഴിച്ചെടുത്ത് ഉണ്ടാക്കിയത് അവിടെ തന്നെയാണല്ലോ, ഷീറ്റ് ചെയ്തിരിക്കുന്നല്ല, ആ സ്ഥലത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഈ ഡോറും ഇതിന്റെ ഇന്റീരിയറും വേറെ സ്ഥലത്താണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കി അതിനകത്ത് നടക്കുന്ന പരിപാടികളെല്ലാം പിന്നെ അതിനകത്ത് തന്നെ ചെയ്തു. ഓ അത് ശരി. അത് വന്നിട്ട് ബ്ലാസ്റ്റ് ചെയ്ത് പൊട്ടിച്ചളഞ്ഞു. അത് ബ്ലാസ്റ്റ് ചെയ്ത് പൊട്ടിച്ചു. എത്ര രൂപ പൊട്ടിണ്ടാവും? ലക്ഷം കോടി പൊട്ടി. എനിക്ക് വയ്യ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് വരുമ്പം ഇഷ്ടം പോലെ കാറുകൾ, അത് എല്ലാം ഹൈ എൻഡ് കാർസ് ആണ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഓഫീസർ തെറിച്ച് ബ്ലാസ്റ്റ് ചെയ്ത് ബാക്കിലേക്ക് പോയി ആ കാറ് തകർക്കുന്നു. കാറ് തകർന്നില്ല, ഗ്ലാസ് മാത്രമേ തകർന്നു. ഗ്ലാസ് കാറിന്റെ മുകളിലേക്ക് വന്ന് വീഴുന്നതായിട്ടാണ്. അപ്പൊ അതൊക്കെയോ? അതല്ല ഒറിജിനൽ കാർ. ഒറിജിനൽ കാർ നമ്മൾ ഹയർ ചെയ്തിരിക്കുകയാണ് സംഭവം. അതിനകത്ത് ഒരു ഗ്ലാസ് അവരിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഗ്ലാസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അവരുടെ ഈ ഒറിജിനൽ ബെൻസിൻ്റെ അത് അഴിച്ചു വെച്ചിട്ട് നമ്മൾ കോപ്പി വെച്ചിട്ട് പൊട്ടിച്ചതിന് ശേഷം പിന്നെ റീവെച്ച് കൊടുക്കുകയാണ്. ഇതിന്റെ കാശ് എനിക്ക് എന്തായാലും അറിയണം. ബെൻസിന്റെ ക്ലാസിന്റെ കാശ് പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. ബെൻസിന്റെ എനിക്കത് അറിയത്തില്ല സത്യത്തിൽ, എനിക്കറിയാത്തതുകൊണ്ടാണ്. ഒരു 20,000 എബോ ഉണ്ടാവാന്ന് തോന്നുന്നു എനിക്ക്. 20,000 അത്രയ്ക്ക് കോപ്പിക്ക്. ഒറിജിനൽ ചിലപ്പോൾ അതിലും കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇതിനകത്ത് കുറെ ഗൺസ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇപ്പം നാട്ടിലെ ഫൈറ്റ് ഗൺസിന് എല്ലാം നമുക്ക് സെപ്പറേറ്റ് ടീമുണ്ട്. അതായത് 2 ടീമിനെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഇതിനകത്തുള്ള സ്പെഷ്യൽ എഫക്റ്റ് കൂടുതൽ ചെയ്തിട്ടുള്ളതും വിശാൽ ത്യാഗിയാണ്. പിന്നെ പുള്ളിക്ക് ഗണ്ണുകളുണ്ട്. പുള്ളി നമ്മൾ ലൂസിഫറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ എല്ലാം ഒരു കോമൺ ഫ്രണ്ടും കൂടിയാണ് പുള്ളി. പിന്നെ നമ്മുടെ പ്രകാശ് എന്ന് പറഞ്ഞിട്ട് ഹൈദരാബാദിലൊരു ടീമുണ്ട് ഗണ്ണിൻ്റെ. പുള്ളിയുടെ അടുത്ത് ഒത്തിരി ഗണ്ണുകളുണ്ട്. അപ്പം വിശാൽ ത്യാഗിയുടെ അടുത്ത് ഇല്ലാത്ത ഗണ്ണുകൾ നമ്മൾ പുള്ളിയുടെ അടുത്തും കൂടി എടുക്കും. പുള്ളിയുടെ അടുത്ത് ഇല്ലാത്ത വിശാൽ ത്യാഗിയുടെ അടുത്തുണ്ട്. അങ്ങനെ അതായത് നമ്മൾ ഇങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരെ കോൺടാക്ട് ചെയ്യും. മലയാളത്തിൽ ഇത്രയും ഗൺസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫിലിം ഇതുവരെ വന്നിട്ടുമില്ല. ഇത്രയും അധികം അല്ലെ ഗൺസ് യൂസ് ചെയ്യുക, ലൊക്കേഷൻസ് ഇത്രയും ഇന്റർനാഷണലിൽ പോയി ഇത്രയും ലൊക്കേഷൻസ് എടുക്കുക എന്ന് പറയുന്നത് സാധനം വളരെ കുറച്ചാണ്. ഞാൻ കുറച്ച് സിനിമകൾ ഞാൻ പുറത്ത് പോയി ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. സ്പാനിഷ് മസാല, ഡയമണ്ട് നെക്ലസ്, ആഡം ജോൺ, പിന്നെ ഹരം എന്ന് പറഞ്ഞിട്ട് ലാൽ സാറിൻ്റെ ഒത്തിരി സിനിമകൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ഒരു സ്പെസിഫിക് ഒരു സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പം നമ്മുടെ മഹേഷ് നാരായണന്റെ സിനിമ വരുന്നുണ്ട്. അതിൽ ഒരുപാട് രാജ്യങ്ങളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നാട്ടിലേക്ക് വരുവാണെങ്കിൽ ഇപ്പം അവിടുന്ന് വന്നു, ചെന്നൈയിൽ നിന്നല്ല നമ്മൾ പറയുമ്പോൾ ഖർഗോഷിൽ നിന്ന് വന്നു, നാട്ടിലെത്തി. മഞ്ജു മാമിൻ്റെ ഒരു സീനുണ്ട്.
ആ ഇതിനകത്തെല്ലാം നമ്മൾ എൽ എന്ന് പറയുന്ന ആ ഒരു സാധനം, ഇപ്പോൾ ഖർഗോഷി തന്നെ ആ ഒരു കറക്റ്റ് ആ ക്രോസ് താഴെ വീഴുന്ന സമയത്ത് എല്ല് നമുക്ക് കാണിക്കണം. ആ ക്രോസ് നമ്മൾ പിന്നെ ഇപ്പം നേരത്തെ അവിടെ ഒരു അബാൻഡായിട്ട് കിടക്കുന്ന ഒരു സ്ട്രീറ്റ് ആണല്ലോ, അപ്പോൾ അതിനകത്ത് ഉള്ള കുറച്ച് ഡാമേജ് ആ ക്രോസിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമ്മളത് ആ ക്രോസ് ഈ ഒരു ബ്ലാസ്റ്റ് കഴിയുന്ന സമയത്ത് ക്രോസ് വന്ന് മുകളിൽ നിന്ന് പൊട്ടി താഴേക്ക് വരുന്ന ആ സമയത്ത് നമ്മൾ ആ ഒരു ആ ക്രോസിൻ്റെ മുകളിലത്തെ കമ്പികൾ വളഞ്ഞ് ഇട്ട് അതൊരു എൽ ഷേപ്പിലാവുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അപ്പം ബാക്കിയുള്ള കുറച്ച് സാധനങ്ങൾ അങ്ങ് പൊട്ടിത്തെറിച്ച് പോകും, ബാക്കിയുള്ള എൽ ഷേപ്പ് മാത്രം നിർത്തുന്നു. അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. അതെന്ത് മെറ്റീരിയൽ ആയിരിക്കും? സിമെന്റ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്? അല്ല, അത് POP ആണ്. സിമെന്റ് ഇത് ചെയ്തിരിക്കുന്നത് ഫുൾ പ്ലൈവുഡിലാണ് ചെയ്തിരിക്കുന്നത്. പ്ലൈവുഡിൽ ചെയ്തിട്ട് നമ്മൾ സിമെന്റും അപ്ലൈ ചെയ്തിട്ടുണ്ട്, POP അപ്ലൈ ചെയ്തിട്ടുണ്ട്. പൊട്ടാത്ത സൈഡിലേക്കും ഇതിന്റെ ഒരു ടെക്സ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒറിജിനൽ കോൺക്രീറ്റിന്റെ ടെക്സ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സിമെന്റും വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ പൊട്ടിപ്പോകേണ്ടത് നമ്മൾ ക്ലേ എന്താ പറയുക, പ്ലാസ്റ്റർ ഓഫ് പാരീസും അതിനകത്ത് അറക്കപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. മിക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയി കിട്ടും. അതാണ് പൊട്ടുന്നത് ചെയ്യുന്നതിനകത്ത്. അപ്പൊ ഈ പെട്ടെന്ന് പൊട്ടിച്ച് കളയേണ്ട പോലത്തെ സാധനങ്ങളില്ലേ, ഇപ്പം ഈ കോട്ട, ഹവേലി കോട്ട, അങ്ങനത്തെ സാധനങ്ങൾക്ക് പൊതുവേ യൂസ് ചെയ്യുന്ന പ്ലൈവുഡ് ആണോ? അല്ല, നമ്മൾ ഇപ്പം പല രീതിയിൽ പല ആൾക്കാരും ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ സോഫ്റ്റ് വുഡാണ് ഉപയോഗിക്കുന്നത്. സോഫ്റ്റ് വുഡ് ഉപയോഗിക്കുന്നത് അങ്ങനെ ബലക്ഷയം വന്നിട്ടുള്ള മരങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ട് വെക്കുക. എന്ന് വെച്ചാൽ പ്ലൈവുഡിന് ഒരു അതിൻ്റെ ലെയറുകൾ ശ്രദ്ധിച്ചില്ല, അങ്ങനെ ക്രോസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അത് ഉണ്ടായിരിക്കും. അതിപ്പം ഒരു നമ്മൾ എന്തെങ്കിലും വന്ന് ഇടിച്ച് ഇത് വുഡായിട്ട് നമുക്കത് കാണിക്കാൻ പറ്റില്ല ശരിക്കും, അതിൻ്റെ ഇത് വരും. അപ്പോൾ ഞാൻ ഏറ്റവും ഇങ്ങനെ എന്താ പറയുക, ഒരുപാട് മരങ്ങളുണ്ട് ഭയങ്കര എന്താ പറയുക, മുരുക്ക് പോലുള്ള, അങ്ങനെയുള്ള മുരിങ്ങ പോലുള്ള അങ്ങനത്തെ മരങ്ങൾ സെലക്ട് ചെയ്തിട്ട് അത് പല സ്ഥലത്തും ഉണങ്ങിയതും ഇതൊക്കെ ഉണ്ടായിരിക്കും. പല ആൾക്കാരും കുറച്ച് അങ്ങനെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. പൊതുവെ മണിച്ചേട്ടൻ ഇങ്ങനെ യാത്ര ചെയ്യുവാണെങ്കിലൊക്കെ അല്ലേ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു സെർച്ച് ഓണായിരിക്കും. അല്ല, ഞാനിപ്പം ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് ഏറെക്കുറെ ലൊക്കേഷൻ ഫിക്സ് ചെയ്ത് വരുമ്പോൾ പിന്നീട് അവിടെ സെറ്റ് ഇടുന്ന സാധനങ്ങളുടെ ഒരു അന്വേഷണം ഇതിലും നമ്മൾ ഇപ്പം ഞാനിപ്പം അടുത്തൊരു പടം നമ്മൾ രാജസ്ഥാനിൽ ചെയ്യേണ്ടത്, രാജസ്ഥാനിൽ അവിടെ സെറ്റ് ഇടേണ്ട കുറേ സാധനങ്ങൾ അവിടെ തന്നെ കണ്ടുവച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ ക്രൂവിന് അറിയില്ല. അതിപ്പോൾ ചിലത് ഞങ്ങൾ ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് ചെയ്യും, ഇന്ന സാധനം ഇന്ന സ്ഥലത്ത് കിട്ടും, അതിൻ്റെ ലൊക്കേഷനാണ് ഇത് പറഞ്ഞിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കും. അപ്പം മറന്നു പോയിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും ആ സ്ഥലത്തിൻ്റെ പേരോ, അല്ലെങ്കിൽ നമുക്കൊന്നും അറിയത്തില്ല. എമ്പുരാനിലേക്ക് വന്നപ്പോൾ എമ്പുരാൻ ചെയ്ത സമയത്ത് ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച് എന്തായിരുന്നു? ഒരു ചലഞ്ചല്ല, 2-3 ചലഞ്ച് ഉണ്ട്. അതായത് ഒന്ന് നമ്മളെ ഇപ്പം ലാൽ സാറിൻ്റെ ഇൻട്രോ കാണിക്കുന്ന ഹെലികോപ്റ്റർ, അതൊരു ചലഞ്ചായിരുന്നു. പിന്നെ ഹെലികോപ്റ്ററിന് ഞാൻ ഓൾറെഡി 2018 ഞാൻ ഹെലികോപ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ള സാധനം. പിന്നെ നമ്മളൊരു ഒരിക്കലും അത് ഒറിജിനലാണ് എന്ന് തോന്നുന്ന രീതിയിൽ തന്നെ ആക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ചലഞ്ച്. പിന്നെ നമ്മുടെ ഈ കർഗോസ് സ്ട്രീറ്റിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ചലഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ലൊക്കേഷൻ വൈസ് നമുക്കൊരു ചെറിയ ചലഞ്ച് ഉണ്ടായിരുന്ന ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഫസ്റ്റ് ഷൂട്ട് തുടങ്ങുന്നത് ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ ഷൂട്ടുണ്ട്. അതിൻ്റെ അവിടെ ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഡേ നമുക്ക് അടുത്ത ഷൂട്ട് വരുന്നത് ഷിംലയിലാണ്. അതിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 days കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷിംലയിൽ 2 days ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 3 days കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഡാക്കിലാണ് ഷൂട്ട് വരുന്നത്. പക്ഷേ ഈ 3 സ്ഥലത്തും നമ്മൾ ഇവിടെ ലഡാക്കിൽ നമ്മൾ അവിടെ തന്നെ കുറച്ച് റോഡ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്, നമ്മുടെ ഹെലികോപ്റ്റർ അവിടെ കൊടുത്ത് അസംബിൾ ചെയ്യാനുണ്ട്. ഡൽഹിയിൽ ഷൂട്ടിൻ്റെ അവിടെ സെറ്റ് വർക്ക് കിടക്കുന്നുണ്ട്, ഷിംലയിലും സെറ്റ് വർക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി പണിയായിരുന്നു. അതിന് നമ്മൾ എല്ലായിടത്തും ഇപ്പം ഡൽഹിയിൽ നിന്ന് ഫ്ലൈ ചെയ്യും ഷിംലയിലേക്ക്, ഷിംലയിൽ നിന്ന് തിരിച്ച് ഫ്ലൈ ഇങ്ങോട്ട് ചെയ്യും, ഡൽഹിയിൽ വരും, ഡൽഹിയിൽ നേരെ ലഡാക്കിലേക്ക് പോകും, ലഡാക്കിൽ നിന്ന് നേരെ ഇങ്ങോട്ട്. അതൊരു ഭയങ്കര ഒരു കുറച്ച് പണിയായിരുന്നു. ആ സമയത്ത് കുറച്ച് BP ഒക്കെ അടിച്ച് ഹോസ്പിറ്റലാവുക ചെയ്തു. അങ്ങനെ ടെൻഷൻ കയറി മൊമെന്റ്സ് കുറെ ഉണ്ടായിട്ടുണ്ടാവും. ടെൻഷൻ കയറി കയ്യിൽ നിന്ന് പോയിട്ട് ഹോസ്പിറ്റലായി. നമ്മളിപ്പം പല സിനിമകളും അതിൽ നമ്മുടെ ഡയറക്ടർ രാജേട്ടൻ പറഞ്ഞ ഡയലോഗ് ഉണ്ടെന്ന് അറിയോ, എടാ സിനിമ ഷൂട്ടിംഗ് നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, ജീവൻ വേണം, ശ്രദ്ധിച്ചോണേന്ന്. ഓരോ സ്ഥലവും കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ടൈറ്റിലിൽ ഇന്ന സ്ഥലത്താണെന്ന് പറയുമ്പം ഞങ്ങൾ അങ്ങനെ അല്ലെന്ന് മറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പൊ ചെന്നൈയിലാണെന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര വണ്ടറായിരുന്നു സത്യത്തിൽ. ആ സെറ്റ് കണ്ടിട്ട് അതിനകത്ത് നല്ല പൈസ ചിലവാക്കിയിട്ട് തന്നെയാണ് ആ സെറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ആസ് എ പ്രൊഡ്യൂസർ ആനന്ദി ചേട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പുള്ളി എന്നെ കെട്ടിപ്പിടിച്ചിട്ട്, എടാ നമ്മൾ ഇത്ര പൈസ മുടക്കിയത്, എൻ്റെ ആ പൈസ മുടക്കിയത് ഇവിടെ കാണാനുണ്ട് ഇത് പറഞ്ഞിട്ട് പുള്ളി എന്നെ കെട്ടിപ്പിടിച്ചൊരു ഭയങ്കര 2-3 പ്രാവശ്യം ഹഗ് ചെയ്തു പുള്ളി. ആ ഒരു ചർച്ചിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ പുള്ളി ഭയങ്കരമായിട്ട്, അതെന്ന് വെച്ചാൽ പുള്ളി അങ്ങ് ആസ്വദിക്കുമോ ആ സെറ്റ് ഭയങ്കരമായിട്ട്. അത് ആ സ്ട്രീറ്റ് ആണെങ്കിലും ശരി ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്നുവെച്ചാൽ ഇല്ലെങ്കിൽ എപ്പോഴും പ്രൊഡ്യൂസർ കുറച്ച് ബഡ്ജറ്റ് കൊടുക്കായിരുന്നില്ല, അങ്ങനെ ചെയ്ത് തുടങ്ങി ഭയങ്കരമായിട്ട് നമ്മളെങ്ങനെ പിടിക്കും. പക്ഷേ ഇത് പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു പുള്ളിക്ക് ആ സെറ്റ് കണ്ടിട്ട്.
അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ ഒരു മരം കത്തുന്ന ഒരു സീൻ അല്ലെ, ഒരു ക്രൂഷ്യൽ ഫൈറ്റിനിടയ്ക്ക് ആ ഒരു മരം ഇങ്ങനെ എത്തുന്നു, അല്ലെങ്കിൽ ഖുറേഷി എബ്രഹാം മാറി നെടുമ്പള്ളി സ്റ്റീഫൻ നാട്ടിലേക്ക് വരുന്നു എന്നുള്ളൊരു ഇത് കൊടുക്കുന്ന രീതിയിൽ ഒരു എൽ ഷേപ്പിൽ ഒരു മരം കത്തുന്ന സാധനം. അല്ല, മരം എൽ ഷേപ്പിലല്ല, മരം ഒരു ഫുൾ മരം തന്നെയാണ്. നമ്മളത് നമ്മൾ ക്രിയേറ്റ് ചെയ്താണ്. ഫോറസ്റ്റിനകത്ത്, ഒറിജിനൽ ഫോറസ്റ്റിനകത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഒറിജിനൽ മരം കത്തിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു മരം നമ്മൾ ഫയർ പ്രൂഫ് ആയിട്ടുള്ള ഫൈബർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു മരം ഉണ്ടാക്കി അതിനകത്ത് ലീഫും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താണ് അതിൻ്റെ ലീഫ്സും സാധനങ്ങളൊക്കെ. പക്ഷേ നമ്മൾ ആ ഫോറസ്റ്റിനകത്ത് ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഇപ്പം അടിക്കാടുകൾ വേണം നമുക്ക്. അപ്പം നമ്മുടെ അടുത്തില്ല. അപ്പം നമ്മളതൊക്കെ അടിക്കാടുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ആ മരം ഉണ്ടാക്കിയിട്ട് നമ്മളതിനകത്ത് നമ്മുടെ സ്പെഷ്യൽ എഫക്റ്റ് ടീമുകളെയും കൊണ്ട് ഒരു ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ട് അത് കത്തിച്ച്, അതാണ് ഒരേ അളവിൽ എപ്പോഴും കത്താൻ സൊല്യൂഷൻ ആയെങ്കിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരേ അളവിൽ കിട്ടില്ല. നമ്മൾ ഗ്യാസ് കണക്ഷൻ കത്തിച്ച് കറക്റ്റായിട്ട് അത് അതിലൊരു ബ്രാഞ്ച് മാത്രം ഈ പോലീസ് വന്ന് ഇത് ആരാണോ മാഡം എന്ന് ചോദിക്കുമ്പോൾ ഒരു കൊമ്പ് താഴേക്ക് വീണ് എല്ലാവുന്ന അത് നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിൽ VFX ഒട്ടും യൂസ് ചെയ്തിട്ടില്ല. ഫയർ നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് ഫുള്ളായിട്ട് ചെയ്യുന്നതാണ്. ലൂസിഫർ ഫസ്റ്റ് വരുന്നു, അല്ലെങ്കിൽ ആ ഒരു എമ്പുരാൻ പിന്നെ വരുന്നു. എപ്പോഴല്ലേ ഇതിലേക്ക് പൃഥ്വിരാജ് സുകുമാരൻ വിളിക്കുന്ന സമയത്ത് ഇത് ഇത്രയും വലിയൊരു സംഭവമായിരിക്കും എന്നുള്ള രീതിയിൽ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ 2018 ഷൂട്ട് നടക്കുന്ന സമയത്താണ് ഒരു ദിവസം രാജേച്ചൻ്റെ കോൾ വരുന്നത്. എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ ഷൂട്ടിലാണെന്ന് പറഞ്ഞു. ഒന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞു. ശരി, എവിടെ അപ്പോൾ കാണാം. അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. ഇങ്ങനെ ഇന്ന സ്ഥലത്താണ് നാടുജീവിതത്തിൻ്റെ ലൊക്കേഷൻ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അവിടെ എനിക്ക് പറഞ്ഞാൽ പത്തനംതിട്ട ഭാഗത്ത് എവിടെ ഒരു സ്ഥലത്താണ് ജയിൽ സെറ്റ് ഇട്ട് അവർ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അവിടെയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ അവിടെ പോയി കണ്ടിട്ട് പറഞ്ഞു അങ്ങനെയാണ് പരിപാടി. കുറച്ച് ചെറിയ സിനിമയാണ്. അപ്പോൾ അത് എങ്ങനെ നോക്കാം ചെയ്യാം. അങ്ങനെ പുള്ളി എൻ്റെ ചെറിയൊരു ബ്രീഫ് തന്നു എൻ്റെ ഒരു സ്ക്രിപ്റ്റിൻ്റെ. അപ്പോൾ പരിപാടി കൊള്ളാം, നമുക്ക് അറിയാം. അതിന് ശേഷം അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഈ പടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2018 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് പണി തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മളൊരു നവംബർ 12-നാണ് നമ്മളെ ഇത് 2018 തീരുന്നത്. നവംബർ 23-ാം തീയതി മുതൽ ഞങ്ങൾ ലൊക്കേഷൻ നോക്കി തുടങ്ങി. ഒരു 10 days ഗ്യാപ്പ് ഇട്ടിട്ട്. ചേട്ടാ, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു എമ്പുരാൻ ഒരു വർക്ക്, ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു വർക്ക്, അപ്പോൾ അതിൽ ടോട്ടലി എത്ര വർക്കേഴ്സ് ചേട്ടന് വേണ്ടിയിട്ട് ചേട്ടൻ്റെ ടീമിലുണ്ടായിരുന്നു? എൻ്റെ കൂടെ സ്ഥിരമായിട്ടൊരു 32ഓളം പേര് ഉണ്ടായിരുന്നു ഫുൾ ടൈം നമ്മുടെ അതിലായിട്ട്. പിന്നെ പല ടീം നമ്മളെ ഇപ്പം ഒരു വലിയ സെറ്റിനനുസരിച്ചിട്ട് ഇപ്പം അത് മേക്ക് ചെയ്യാൻ വേണ്ടി എത്ര ആൾക്കാർ വേണം. അപ്പോൾ ചിലപ്പോൾ എത്ര കാർപ്പൻറ്റേഴ്സ്, അതിലേറ്റവും എനിക്ക് തോന്നുന്നു കർഗോഡ് സ്ട്രീറ്റ് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകളെ ഉപയോഗിച്ചിട്ട് ഒരു 400ഓളം ആളുകളോ അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. പല ഡിപ്പാർട്ട്മെൻറ്റുണ്ടായിട്ട് കാർപ്പൻറ്റേഴ്സ്, വെൽഡേഴ്സ്, പിന്നെ പെയിൻറ്റേഴ്സ്, മോൾഡേഴ്സ്, പിന്നെ തെർമോക്കോൾ വർക്കേഴ്സ്, അങ്ങനെ കുറേ പരിപാടികൾ. പിന്നെ അതിലൊരു സംഭവിച്ചില്ലെന്ന് പറയാം, ആ ചർച്ചിൻ്റെ ഇൻറ്റീരിയർ മൊത്തം നമ്മൾ ഫ്ലെക്സിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ പ്ലൈവുഡോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. ഫുൾ അല്ലെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് നിൽക്കാത്ത ഫുൾ ഫ്ലെക്സ് ആണ്. എല്ലാ വോളുകളും ഫ്ലെക്സ് ആണ്. ഫ്ലെക്സിൽ പ്രിന്റ് അടിച്ചിട്ട് നമ്മളെ ബാക്കിൽ ഫിക്സ് ചെയ്തേക്കും. എന്നിട്ട് അത് നമ്മൾ ഓപ്പൺ ഒരു ലാൻഡിലാണ് ഈ സെറ്റ് ഇടുന്നത്. അപ്പോൾ അതിന് ഫ്ലെക്സിന് കാറ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കവറിങ്ങും കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ആ ചർച്ചിൻ്റെ ഇന്റീരിയറിന് തന്നെ നമുക്ക് 80 feet ഹൈറ്റ് ഉണ്ടായിരുന്നു. 80 feet എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈറ്റ് അല്ലേ, ഒരു 8 നില ബിൽഡിങ്ങിന്റെ ഒരു ഹൈറ്റ്. പിന്നെ ചർച്ചിന്റെ എക്സ്റ്റീരിയറിന് 142 feet ഹൈറ്റ് ഉണ്ടായിരുന്നു. 142. ഓക്കെ. ആ ഒരു അതുപോലെ ഹെലിക്യാമിലാണല്ലോ ഒരുമാതിരിപ്പെട്ട ഒത്തിരി ഷോട്ട്സ് ഹെലിക്യാമിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ പെർഫെക്ഷൻ ഭയങ്കര മാറ്റർ ആണ്. ഓരോ സീനിലും അത് അല്ലേ, നമ്മളുടെ എന്തെങ്കിലും ഒരു പോരായ്മ വന്നു കഴിഞ്ഞാൽ അത് ഹെലിക്യാമിൽ ക്യാച്ച് ചെയ്യും. പെട്ടെന്ന് സെറ്റ് ആണെന്ന് അറിയും, അത് അറിയാതിരിക്കുക എന്നുള്ളതാണല്ലോ ഒരു. അപ്പൊ പുറത്ത് എക്സ്റ്റീരിയർ കുറച്ചുകൂടെ നമ്മൾ കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ഒരു. രണ്ടും നമുക്ക് സൂക്ഷ്മമായിട്ട് ചെയ്യുന്നത്. പക്ഷേ മറ്റേത് ചില ഇന്റീരിയർ ആണ് കുറച്ച് ലൈറ്റ് അണ്ടറായിട്ടാണ് കാണിക്കുന്നതെങ്കിലും നമ്മൾ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിരിക്കണമല്ലോ. ഇതില് എക്യുപ്മെന്റ്സ് ആണെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഭയങ്കര എക്സ്ട്രാ, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ട് സൂക്ഷ്മമായിട്ടുള്ള രീതിയിൽ അതിനെ ഓരോന്നും കാണിക്കുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്സ്, സൗണ്ടിങ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സാധനം ഇപ്പോൾ ഐമാക്സ് പോലത്തെ ഒരു സംഭവത്തിലേക്ക് വരുമ്പോഴത്തേനും അതിൽ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് കൂടുതലായിട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? അതിനകത്ത് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഇല്ല ജോലി, അത് ശരിക്കും ക്യാമറാമാൻ്റെയും പിന്നെ ബാക്കിയുള്ള ഏരിയകളാണ് സംഭവം. നമുക്കതിനകത്ത് നമ്മളിപ്പം ഏത് ക്യാമറയിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിലും പിന്നെ സെറ്റ് ഒരു ഡിസൈൻ തന്നെ ഉള്ളൂ, അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. ഇപ്പം 2018 പോലത്തെ സിനിമകൾ, ലൂസിഫർ, അയ്യപ്പനും കോശിയും, അങ്ങനത്തെ ചേട്ടൻ്റെ ചലഞ്ചസ് ആയിട്ടുള്ള ഒരുപാട് പടങ്ങൾ. എനിക്കൊന്ന് 2018 എമ്പുരാനും ആയിരിക്കും അതിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളത്. 2018 ശരിക്കും കുറച്ച് ടെക്നിക്കലി ചലഞ്ച് ആയിരുന്നു. നമ്മൾ ഫ്ലഡ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലോ. അത് അതായത് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഏറ്റവും കൂടുതൽ ചലഞ്ചായിട്ടുള്ള ഒരു മൂവി എന്ന് പറഞ്ഞിട്ട് 2018 ആണ്. അപ്പോൾ ആ ഒരു ഭയങ്കര ടെക്നിക്കലി ചലഞ്ച് ആയിരുന്നു. ചില ഫ്ലഡ് നമുക്ക് ഒരിക്കലും വെള്ളം
കയറി വരുന്നതാണ് ഫ്ലഡ്. പക്ഷേ നമുക്കത് അങ്ങനെ വെള്ളം വെച്ച് അങ്ങനെ കയറ്റി കൊണ്ടുവന്നിട്ട് ഇപ്പം 2ാം നിലയുടെ മുകളിലേക്ക് ഇപ്പം ഒരു 2nd ഫ്ലോറിലേക്കൊക്കെ വെള്ളത്തെന്ന് പറയുന്നത് നമുക്ക് വെള്ളം അങ്ങനത്തെ അത്ര വലിയൊരു ടാങ്ക് ഉണ്ടാക്കുക, വെള്ളം കയറാനുള്ള സ്പേസ് ഉണ്ടാവുക. എത്രത്തോളം നീന്തൽ അറിയുന്ന ആൾക്കാരൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ, എല്ലാവരും നീന്തൽ അറിയില്ലല്ലോ. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെറിയൊരു ലിമിറ്റഡ് സ്പേസിൽ ചെയ്തിട്ട് അവിടേക്ക് ഒബ്ജക്റ്റുകൾ താഴേക്ക് അറിയിക്കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 2018 ഷൂട്ട് ചെയ്യുമ്പോഴത്തെ തന്നെ ഒരു കാര്യം ചോദിക്കണം. അതായത് ഇപ്പം അവിടെ ആർട്ടിസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് ഒരു കെയർ ഉണ്ട്. അതുപോലെ തന്നെ ചേട്ടൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ് ചേട്ടൻ്റെ ടീമിലത്തെ ആൾക്കാരുടെ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഇപ്പം ഒരു സെറ്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, ആ വർക്ക് ചെയ്യണമെങ്കിൽ ഇവരവിടെ വെള്ളത്തിൽ ഇറങ്ങിയേ പറ്റുള്ളൂ, വെള്ളത്തിൽ ഉണ്ടാവണം. അപ്പം അങ്ങനത്തെ ചലഞ്ചസ് അവിടെ ഉണ്ടായിരുന്നു. അതിൽ അവിടെ 2 പ്രാവശ്യം വെള്ളത്തിൽ നിന്ന് ഷോക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഷോക്ക് അടിച്ചിട്ട് ഹോസ്പിറ്റലിൽ. പക്ഷെ വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല, ഓക്കെ ആയിരുന്നു. അങ്ങനെ മാക്സിമം സേഫ്റ്റി പ്രിക്കോഷൻസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ നമ്മൾ വെള്ളത്തിൽ കേബിളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള കേബിളുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താ പറയുക, അൺലക്കി ചില സമയത്ത് അങ്ങനെ സംഭവിക്കും. അപ്പോൾ ഈ ഒരു സിനിമ കണ്ടിട്ട് ഒരു വാവ് എന്ന് ചേട്ടന് തോന്നിയിട്ടുള്ള ഒരു സിനിമ ഏതായിരിക്കും? അങ്ങനെ ഒത്തിരി സിനിമകളുണ്ട്. ഇപ്പോൾ ഹോളിവുഡ് സിനിമകൾ തന്നെ, ശരിക്കും ഇന്ത്യൻ സിനിമകൾ തന്നെ നമുക്ക് വാവുന്ന. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പിന്നെ ഭയങ്കര മനോഹരമായിട്ട് ആർട്ട് ചെയ്തിട്ടുള്ള സിനിമകൾ ഇഷ്ടംപോലെ. അതൊക്കെ നമ്മൾ അത്തരം സിനിമകൾ തന്നെയുള്ളൂ, നമ്മൾ റെഫറൻസ് നോക്കാറുണ്ട് അത്തരം സിനിമകൾ വെച്ചിട്ട്. അത് ഇന്ത്യൻ സിനിമകളുണ്ട്, ഔട്ട് ഓഫ് ഇന്ത്യൻ സിനിമകളും വാവും തോന്നിയിട്ടുണ്ട് ഇഷ്ടംപോലെ സിനിമ. L3ക്ക് വേണ്ടിയിട്ട് ഞങ്ങളെപ്പോലെ തന്നെ ചേട്ടന് ഒരുപക്ഷെ വെയിറ്റിംഗ് ആയിരിക്കും അല്ലേ? ഇനി എന്തൊക്കെയോ വലിയ കാര്യങ്ങളായിരിക്കും L3യിൽ ഡെഫിനറ്റ്ലി വരാൻ പോകുന്നത്. സോ വി ആർ ഓൾസോ വെയിറ്റിംഗ്. അപ്പോൾ എന്തായാലും എമ്പുരാൻ പോലത്തെ ഒരു അതിഗംഭീരമായിട്ടുള്ളൊരു സിനിമ ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് തന്നതിൽ ചേട്ടന് ഒരുപാട് റോളുണ്ട് ആസ് ആൻ ആർട്ട് ഡയറക്ടർ. അതിന് ഒരുപാട് താങ്ക്സ് പറയുന്നു. വീണ്ടും അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നവരെ താങ്ക് യു സോ മച്ച്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.